കാറ്റത്തെ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിധി സുഭാഷിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഇനി എന്റെ അടുത്ത് കൂടുതൽ അവകാശം കാണിച്ചുകൊണ്ട് എന്റെ ബേക്കിൽ നിന്ന് വരില്ലെന്ന് പറയണം. ഞാൻ പുറത്തു പോകുമ്പോഴത്തേക്കും എവിടെ പോയാലും എന്റെ ബേക്കിൽ നിന്ന് വരും. വണ്ടിയിൽ പോയാൽ എന്റെ വണ്ടിയിൽ അടുത്തുകൂടെ വരും. അതൊന്നും എനിക്ക് ഇഷ്ടമില്ല. ഈ വീട്ടിൽ കാണിക്കുന്ന മണ്ടത്തരങ്ങളെയും ഞാൻ കാണിക്കുന്നുണ്ട്. നീയാണെങ്കിൽ ഈ കാണിക്കലൊന്നും റോഡിലൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മോൾ എന്തായാലും അവനെ ഇഷ്ടപ്പെട്ടിട്ട് തുടങ്ങണം. എന്തായാലും സ്വന്തമായിട്ട് എല്ലാം ഇഷ്ടമെന്ന് തീരുമാനിച്ച് കല്യാണം കഴിച്ചവരാ നിങ്ങള്. അതുകൊണ്ട് ഇനി അതിലൊരു തടസ്സമൊന്നും നിൽക്കരുതെന്ന് പറയുന്നുണ്ട്. അതിന് എന്ത് തടസ്സം എന്നാ പറയുന്നത്? ഞങ്ങൾക്ക് ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചെന്ന് അറിയാലോ. ഒരു അബദ്ധത്തിൽ പറ്റിയൊരു കല്യാണം, അത് അവൻ കല്യാണമായിട്ട് എടുത്തു. അതിന് ഞാൻ എന്താ തെറ്റ് ചെയ്തത്? എന്നിട്ടും ഈ വീട്ടിൽ വന്ന് എനിക്ക് കുറെ മാറ്റങ്ങൾ ഉണ്ടായെന്ന് എന്റെ വീട്ടുകാർ പോലും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പോഴങ്ങനെയല്ലല്ലോ. നികേഷിനെ പ്രേമിച്ച ആ കുട്ടിയുടെ വേക്കി നടന്ന് അവൾ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് എന്റെ മുന്നിൽ നിന്ന് ഷോ കാണിക്കുക. അതൊന്നും എനിക്ക് കാണേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അത് മോളുടെ ഇഷ്ടം കൊണ്ടല്ലേ അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഇനി തിരിച്ചൊന്നും പറയരുത് എന്ന് പറയുന്നുണ്ട്. എത്രയായാലും ആരും ഒന്നും മനസ്സിലാക്കുന്നില്ല എന്നെ ഈ വീട്ടില് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സുഭാഷ് പറയുക, എങ്കിലും എന്റെ കാര്യം നോക്കിക്കേ, കല്യാണം വരെ എത്തി നിന്നൊക്കെ ഓരോ കാര്യങ്ങളാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എൻഗേജ്മെന്റ് വേണമെന്ന് ആ വീട്ടുകാർ പറയുന്നെങ്കിലും അത് എത്രയും പെട്ടെന്ന് നടത്തണമെന്നെ എന്റെ തീരുമാനവും. അതെന്താന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല എന്നൊക്കെ നിധി ചോദിക്കുന്നുണ്ട് സുഭാഷിന്റെ അടുത്ത്. അത് കാര്യമൊക്കെ ഉണ്ട്. നിങ്ങൾ എല്ലാവരും കാര്യം നടക്കാൻ വേണ്ടി എന്റെ കാര്യം ആദ്യം നടക്കാനാ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം ആർക്കു വേണ്ടി കൊടുക്കുന്നത് പോലെയാ ഞാനിപ്പോ ഈ കല്യാണത്തിന് സമ്മതിച്ചു തന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സമ്മതിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും അച്ഛനും പറഞ്ഞിട്ടുണ്ട്, ഞാനാണെങ്കിൽ ഈ വീട്ടിൽ വന്നതുപോലെയല്ല ഇനി അടുത്തൊരു കുട്ടി വരാൻ പോകുന്നത്. അതും സുഭാഷിന്റെ ഒരു സ്വപ്നമാണ് കല്യാണം എല്ലാവർക്കും. അതുകൊണ്ട് ഇതിൽ നിന്ന് മാറണമെന്ന് പറയുന്നുണ്ട്. വേണ്ട, ഞാനാണെങ്കിൽ ആ നീതുവിന് കൊടുത്ത വാക്ക അത് ഞാൻ പാലിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഹരീഷിന്റെയും നീതുവിന്റെയും കല്യാണം നടക്കണം, അതാ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. ഏതൊക്കെ നടന്നിരുന്നാലും എൻ്റെ ജീവിതമാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. ഞാൻ സ്വന്തമായിട്ടൊരു ജോലി ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ തന്നെയാ എനിക്ക് വണ്ടി എടുത്തപ്പോൾ ലൈസൻസിന് വേണ്ടി തന്നെയാ എൻ്റെ ഇവിടുത്തെ അഡ്രസ്സ് വരെ മാറ്റി അവനാണെങ്കിൽ എന്തൊക്കെ കാണിക്കുമെന്ന് എനിക്ക് എന്നെ അറിയില്ല എന്ന് നിധി പറയുന്നുണ്ട് സുഭാഷിന്റെ അടുത്ത്. ഇതെല്ലാം അവന് മോളോട് സ്നേഹം കൊണ്ടല്ലേ, അതെന്താ മനസ്സിലാകാത്തതെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് ഇതൊക്കെ ഒരു പേടിയാ തോന്നുന്നത്. എന്തായാലും പേര് പോലും ഇപ്പൊ നിധി സുധീഷ് എന്നാക്കി, അഡ്രസ് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തു. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഡൈവേഴ്സിന് കൊടുത്തതാ, പക്ഷെ അതുപോലും അവൻ നിഷേധിച്ചിരിക്കുക. എന്തായാലും ഒരു മ്യൂച്വലായിട്ട് ഒരു ഡൈവേഴ്സിന് ഞാൻ ശ്രമിക്കും ഇനിയും. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ തീരുമാനം. അത് ഞാൻ കാണാൻ പോവേണ്ട ആളുടെ അടുത്ത് കാണാൻ പോവുകയും ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് സുധീഷ് അകത്തേക്ക് വരുന്നുണ്ട്. അകത്തേക്ക് കയറി വന്നിട്ട്, എന്താ എന്നെ കുറിച്ച് പറയുന്നത് നിങ്ങൾ? ഞാൻ കളി പറയും പോലെയല്ല ഇപ്പോൾ എൻ്റെ കാര്യം, മനസ്സിലായല്ലോ. ഞാനാണെങ്കിൽ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എനിക്ക് എന്നെ പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് എല്ലാം കേട്ടു, എല്ലാം പറയുന്നത്. എന്നെ അപ്പോഴത്തേക്കും ഒരു ദുഷ്ടനെ പോലെയും ഒക്കെ കരുതുന്ന ഈ നിധി അല്ലേ? ഞാനാണെങ്കിൽ അത്രത്തോളം തെറ്റ് ഞാൻ നിന്റെ അടുത്ത് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിന്റെ വീട്ടുകാരിൽ നിന്ന് ഇത്രയും രക്ഷിച്ച് ഈ വീട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ സൗഭാഗ്യത്തിൽ വളരുമ്പോഴത്തേക്കും താമസിപ്പിച്ചപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെയാണോ നീ കാണിക്കേണ്ടത് എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിന് മുന്നിൽ നിധി പറയുക, ഇങ്ങനെ കൊണ്ടുവന്നെങ്കിലും അതിന് കാരണം ഉണ്ടായിരുന്നല്ലോ, നിനക്ക് ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു, അത് ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോന്ന് വൈകിപ്പോയി? എനിക്കിപ്പോ ദേഷ്യം വരുന്നുണ്ട്. എന്നത്തെ പോലെ എൻ്റെ അടുത്ത് കളിക്കാൻ വരരുത് എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് മാത്രം ദേഷ്യം വരുന്നത്, എനിക്കോ എൻ്റെ ജീവിതം വെച്ചാ നീ കളിച്ചത്. ആദ്യം എൻ്റെ കല്യാണം, അടുത്തത് ഇപ്പോഴത്തേക്കും എൻ്റെ ഈ അഡ്രസ്സ് വരെ നീ ഇവിടുത്തെ ചേഞ്ച് ചെയ്തു. എൻ്റെ ജീവിതം നീ ആയിട്ട് തൊലച്ചില്ലേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. എപ്പോഴും നിങ്ങൾ ഇവിടെ അടിയാണോ? ഞങ്ങളിത് കാണേണ്ടത് നിങ്ങൾ അടി മാത്രമേ കാണാറുള്ളൂ. പക്ഷേ ഇപ്പോൾ ഏതോ ഒരു നികേഷിനെ സ്നേഹിക്കുന്ന കുട്ടി ഫോൺ വിളിക്കാൻ തുടങ്ങിയത് മുതൽ അവനാണെങ്കിൽ ആ ലോകത്തോട്ട് പോയിരിക്കുക. അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ കളി കാണിക്കുന്നത് എന്ന് നിധി പറയുക. ഞാൻ ആരെയും ഫോൺ വിളിക്കും, അത് നിനക്കെന്താ? നിനക്കാണെങ്കിൽ ഇപ്പൊ എൻ്റെ അടുത്ത് ഇഷ്ടം തോന്നുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് നിന്റെ അടുത്ത് ഇഷ്ടമൊന്നുമില്ല. എന്തായാലും എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞ് എൻ്റെ വേക്കിന്ന് നീ വരണ്ട എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് സുധീഷിന് ദേഷ്യം വരുന്നുണ്ട്. ആ സമയത്ത് ഹരീഷും
അതുപോലെ നികേഷും അവിടെ വരുന്നുണ്ട്. എന്താ നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെക്കാൻ, കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. എന്നായിരുന്നാലും ഓരോ കാര്യം വെച്ച് തുടങ്ങിക്കോളും. സുഭാഷിന്റെ കാര്യമായിരുന്നു ഇന്നലെ, ഇന്നായിപ്പോ ഇവർ തമ്മിൽ തുടങ്ങിയിരിക്കുക. എന്താ അതിന്റെ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് മനസ്സിലായില്ലേ, എല്ലാ അഡ്രസ്സും ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തത് പിടിച്ചില്ല, അത് തന്നെ കാര്യമെന്ന് സുഭാഷ് പറയുന്നുണ്ട്. അത് വണ്ടിക്ക് ലൈസൻസ് കിട്ടുകയാണെങ്കിലും അതിനെല്ലാ പ്രൂഫും വേണ്ടേ, അതിനൊക്കെ വേണ്ടി അവൻ ചെയ്തതല്ലേ എന്നൊക്കെ ഹരീഷ് പറയുന്നുണ്ട്. അത് എൻ്റെ അടുത്ത് ഒരു വാക്ക് ചോദിച്ചൂടെ എന്നൊക്കെ നിധി ചോദിക്കുന്നുണ്ട്. ഈ വീട്ടില് എന്റേതായ തീരുമാനങ്ങൾ എടുക്കാൻ ആര് അവകാശം കൊടുത്ത സുധീഷിന് എന്ന് നിധി ചോദിക്കുന്നത് കേട്ട് ദേഷ്യം വന്ന് നിധിയുടെ കലവില് അടിക്കുന്നുണ്ട് സുധീഷ്. ഇത് കണ്ടതും എല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട്. എന്തായാലും കാണിക്കുന്നത്, അലവിലൊക്കെ ഇങ്ങനെ അടിക്കാവോ, എന്തിനാ ഒരു പെൺകുട്ടിയെ ഈ വീട്ടിൽ ഇങ്ങനെ ആരും അടിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇവളായിട്ട് അതിനെ അടുപ്പിച്ചത് എനിക്ക് ദേഷ്യം വന്നു. ഇനി ഓരോരോ കാര്യങ്ങളും അവക്ക് വേണ്ടി ഞാൻ നല്ലത് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഇങ്ങനെയാണോ അവൾ പ്രതികരിക്കുന്നത്? ഞാൻ ഇവിടുന്ന് എല്ലാം കേട്ടുകൊണ്ടിരുന്ന ദേഷ്യത്തിലാ ഞാൻ ഇപ്പൊ ചെയ്തത് പോയത്, സോറി എന്നൊക്കെ പറയുന്നുണ്ട് സുധീഷ്. ഇനി എനിക്ക് നിന്റെ സോറി ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നിധി ദേഷ്യത്തില് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ആ സമയത്ത് സുധീഷും ഹരീഷും എല്ലാരും ചോദിക്കുന്നുണ്ട്, ഇത് ചെയ്ത തെറ്റാ, ഞങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല, എന്ത് പറ്റി നിനക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല, എൻ്റെ നിയന്ത്രണം വിട്ടുപോയി, അതുകൊണ്ടാണ് ഞാൻ അടിച്ചു പോയത്, അല്ലാതെ അവക്ക് നല്ലത് മാത്രമേ ഞാൻ ഇത്രയും ദിവസം ചെയ്തിട്ടുള്ളൂ, നിങ്ങളെല്ലാവരും കാണുന്നതല്ലേ, പിന്നെ എന്നെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ എനിക്കാണെങ്കിൽ സഹിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നികേഷ് പറയുക, ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ കുട്ടി ഇഷ്ടമെന്ന് പറഞ്ഞ് ബേക്കിൽ നടന്നത്, പിന്നെ ഇപ്പൊ എന്തോ നിധി ചേച്ചിയുടെ ഒരു അകൽച്ച നിനക്ക് തോന്നി തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ നിന്റെ മാത്രം തോന്നല, അങ്ങനെയൊന്നുമല്ല, പക്ഷേ എന്നെ കൊണ്ട് അവളിപ്പം ചെയ്യിപ്പിച്ചതാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ സോറി പറഞ്ഞില്ലേ, എന്നിട്ട് അവളെ കണ്ടില്ലേ കയറി പോയത്, അത് നീ ചെയ്ത തെറ്റ് തന്നെയാ എന്ന് സുഭാഷ് പറയുന്നുണ്ട്. അങ്ങനെ ഇതറിഞ്ഞിട്ട് ഭാസ്കരൻ വന്ന് ചോദിക്കുക, എന്താ ഇവിടെ ബഹളം, ആരോ അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞു, ആരോ അടിച്ചത്, നിങ്ങൾ തമ്മിൽ എപ്പോഴും അടിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മിലല്ല അടിച്ചത്, ചേച്ചിയെ സുധീഷേട്ടൻ അടിച്ചായിരുന്നു. എന്തിനാ അടിച്ചത്? ഈ വീട്ടിൽ അവൾ കഴിയുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് കരുതേണ്ടത്. ഈ വീട്ടിൽ വന്ന പിന്നെ എന്തെല്ലാം മാറ്റവും നിങ്ങളുടെ ജീവിതത്തിന് എന്റെ ജീവിതത്തിന് സംഭവിച്ചെന്ന് അറിയാവോ? അവളെ തൊടാൻ ആർക്ക് അവകാശം കൊടുത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ ആരാടാ അവളെ അടിക്കാനെന്നൊക്കെ പറഞ്ഞ് സുധീഷിന്റെ അടുത്ത് വഴക്കൂടാൻ പോകുന്നുണ്ട്. അത് എന്റെ ഭാര്യയെ ഞാൻ അടിക്കും കൊല്ലും, അത് നിങ്ങൾ ആരാ ചോദിക്കാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിന്റെ വാക്ക് കൊള്ളാം, കൊല്ലുമെന്ന്, ഇങ്ങനെയൊക്കെയാണോ നീ സംസാരിച്ചു തുടങ്ങിയത്? ഇതൊന്നും നല്ലതിനല്ല കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ദേഷ്യം വന്നിട്ട് ഓരോന്ന് പറയുന്നത്, എന്നെ കൊണ്ട് ഒന്നും പറയിപ്പിക്കരുതെന്ന് എന്നൊക്കെ സുഭാഷിന്റെ അടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ആരെയായിരുന്നാലും കൊല്ലാനുള്ള ഒരു അവകാശവും ആർക്കും കൊടുത്തിട്ടില്ല. അത് നീ ആയിരുന്നാലും അതുപോലെ തന്നെ ഒരു പെൺപിള്ളേരെ ഒരു വേദന നോക്കുകൊണ്ടുപോലും വേദനിപ്പിക്കാൻ പാടില്ല, അതാ ചെയ്യേണ്ടത്. അല്ലാതെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്ന കുട്ടിയെ അടിച്ചു കൊല്ലാനൊന്നുമല്ല നോക്കേണ്ടത്, അവരെ പൊന്നുപോലെ നോക്കാൻ പഠിക്കണം. അതാ ആണുങ്ങളുടെ ഒരു സ്നേഹം എന്ന് പറയുന്നത് എന്നൊക്കെ പറയുന്ന കേട്ടിട്ട് സുധീഷ് പറയുക, എനിക്ക് ഇഷ്ടമുണ്ട് അവളുടെ അടുത്ത്, പക്ഷെ അവൾ എൻ്റെ അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നതോ, അത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് ഞാൻ അടി കൊടുത്തു പോയത്. ഞാൻ അവളുടെ അടുത്ത് സോറി പറഞ്ഞു. ആ സോറി മാത്രം പറഞ്ഞാൽ പോരാ, അവൾ വിളിക്ക്, ഞാൻ ഇവിടെ വെച്ച് കോംപ്രമൈസ് ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭാസ്കരനകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നിധിയുടെ അടുത്ത് പോയപ്പോഴത്തേക്ക് നിധി പറഞ്ഞു, ഇല്ല ഞാൻ വാതിൽ തുറക്കില്ല, എനിക്ക് ആദ്യത്തൊന്നും സംസാരിക്കണ്ട, എൻ്റെ അടുത്ത് അവൻ ഇങ്ങനെയൊന്നും കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് നിന്റെ തെറ്റാ, നിന്റെ തോന്നൽ മാത്രമാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. എന്തായാലും ഓരോ കാര്യത്തിലും എപ്പോഴും വഴക്ക് കൂടുന്ന ഈ വീടായിരുന്നു, അത് നിന്റെ വഴകൂടത് മാറിയതാ. പിന്നെ അവൻ ചെയ്ത തെറ്റിന് മോളെടുത്ത് ഞാൻ മാപ്പ് പറയുക എന്നൊക്കെ ഭാസ്കരൻ പറയുന്നുണ്ട്. എൻ്റെ അടുത്ത് ആരും മാപ്പൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞ കേട്ടു. ഒരു ഭാര്യയാകുമ്പോഴത്തേക്കും ഭർത്താവുമ്പം പിണങ്ങാത്ത വീടുകളില്ലല്ലോ, അതുകൊണ്ട് ഇതൊന്നും സാരമാക്കണ്ട എന്ന് സുഭാഷ് പറയുന്ന കേട്ടിട്ട് നിധി പറയുക, എൻ്റെ ഭർത്താവൊന്നുമല്ല അവൻ, ഞാനാണെങ്കിൽ ഏത് രീതിയിലാ അവൻ്റെ ഭാര്യയാവുന്നേ, ഞങ്ങളാണെങ്കിൽ ഡൈവേഴ്സിന് കൊടുക്കും ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ, ഇവനെ എന്നിട്ട് ഞാൻ ഉപേക്ഷിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്നെ ഉപേക്ഷിച്ചാൽ ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല, നീ അടി എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കണേ എന്നൊക്കെ ചോദിച്ചിട്ട് നിധി വീണ്ടും ബഹളത്തിന് വരുന്നുണ്ട്. ഇത് കേട്ടത് സുധീഷ് പറയുക, ഞാൻ ഇനി നിന്റെ അടുത്ത് ഒന്നും പറയാൻ പറഞ്ഞില്ല പോരെ, പക്ഷെ ഞാൻ ചിലപ്പോഴത്തേക്കും എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുകയാണെങ്കിൽ നീ എൻ്റെ അടുത്ത് ക്ഷമിക്കണം, എൻ്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി, അതിന് ഇനി ഞാൻ അടിച്ചതിന് സോറി, ഇനി ഞാൻ അടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സുഭാഷ് അപ്പോൾ പറയുന്നുണ്ട്, ഈ ലോകം മുഴുവൻ പറയുക അമ്മേ
അടിച്ചു കൊന്നത് അച്ഛനാണെന്ന്. പക്ഷേ അത് നമ്മളോ ഈ ലോകത്തുള്ള ആരും കണ്ടിട്ടില്ല, ഒരു തെളിവുമില്ല. പറഞ്ഞുള്ളതും കേട്ടുള്ള അറിവുകൾ മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിധം നമ്മൾ അച്ഛൻ്റെ മുന്നിൽ ഉണ്ടായിട്ടില്ല എന്നാണ് അച്ഛൻ പറയുന്നത്. പക്ഷേ നമ്മളോ അത് വിശ്വസിക്കണം. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞു കേട്ടെങ്കിലും നമ്മളത് കണ്ടിട്ടില്ലല്ലോ. അതുപോലെ അമ്മയും ആയിരുന്നാലും അത്രയ്ക്ക് സ്നേഹത്തോടെയാ അച്ഛൻ നോക്കിയിരുന്നതെന്ന് അച്ഛൻ പറയുന്നത് ഇപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ. അതുപോലെ നീ അടിച്ചത് തെറ്റ് തന്നെയാ. നീ അത് തെറ്റ് മാപ്പ് പറഞ്ഞ് എന്നെ എല്ലാവരും പോയിച്ച് പറയണമെന്ന് പറയുന്നത് അത് ഞാൻ 100 പ്രാവശ്യം അവൾക്ക് പറഞ്ഞില്ലേ. പിന്നെ എന്തിനാ ഇപ്പോഴും എൻ്റെ ദേഷ്യത്തിൽ പെരുമാറുന്നത്? അത് എനിക്കാണെങ്കിൽ ദേഷ്യം തന്നെയാണ് നിന്റെ അടുത്ത്. ഇനി ഒരിക്കലും നിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഈ വീട്ടിൽ തന്നെ നിന്ന് പോവാൻ എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് സുധീഷ് പറയുക, ഇനി ഞാൻ പോയിട്ട് നിന്നെ വിളിച്ചോണ്ട് വരാൻ ഞാൻ വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നികേഷ് പറയുക, അത് ശരിയാ, ഇപ്പം സ്നേഹിക്കാനും ബേക്കി നടക്കാനും വേറെ പെൺപിള്ളേരുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയുന്ന കേട്ടിട്ട് സുധീഷ് പറയാ, അത് ശരി തന്നെയാ, അതുകൊണ്ട് തന്നെയാ എന്നൊക്കെ ഇങ്ങനെ സുധീഷ് പറയുന്ന കേട്ട് നിധിയാണെങ്കിൽ ദേഷ്യത്തോടെ സുധീഷിനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് ഹരീഷ് പറയുന്നുണ്ട്, കണ്ടോ ദേഷ്യത്തോടെ നോക്കുന്നുണ്ടോ, എത്രയായിരുന്നാലും അവർ പിണങ്ങിയാലും ഒരു സ്നേഹം നിധി ചേച്ചിക്ക് ഉണ്ട്, അത് ഞങ്ങൾക്കറിയാം. ആര് പറഞ്ഞു, ഞാൻ വെറുതെ നോക്കിയതേ ഉള്ളൂ എന്നൊക്കെ നിധി പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയം ഇനി ഇവിടെ വെച്ച് നിർത്താം. എന്തായാലും സുഭാഷേന്റെ കല്യാണം മുടക്കുക, അത് മാത്രമേ ഉള്ളൂ നമുക്കുള്ള ലക്ഷ്യം. എന്തായാലും അത് ഞാൻ ഏറ്റെടുത്ത തീരുമാനം, അത് ഞാൻ തന്നെ മുടക്കുമെന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്. എന്തായാലും നാളെ തന്നെ അങ്ങോട്ടേക്ക് പോകണമെന്ന് അവർ വിളിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടേക്ക് പോകണം. എന്തായാലും എത്ര പേര് പോകണം, ആരൊക്കെ പോകണമെന്ന് തീരുമാനിക്കണം ഇന്ന് തന്നെ എന്നൊക്കെ ഭാസ്കരൻ പറയുന്നുണ്ട്. എന്തായാലും നമുക്കവിടെ പോകുമ്പോഴത്തേക്ക് അവിടെ വീടും ചുറ്റുപാടും എല്ലാം മനസ്സിലാക്കാം. പോകുന്ന വഴിക്ക് ആ കുട്ടിയെക്കുറിച്ച് എല്ലാം തിരക്കിയിട്ടാണ് ഇങ്ങോട്ട് വരാൻ, അല്ലാതെ ഒന്നും മിണ്ടാതെ ഒന്നും സംസാരിക്കാതെ വരരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ കുട്ടിയെടുത്ത് എനിക്ക് സംസാരിക്കുകയും ചെയ്യണം, ഞാനാണെങ്കിൽ ഒന്ന് പോയി സംസാരിച്ചാലോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട് ഭാസ്കരൻ്റെ അടുത്ത്. നീ പോയി സംസാരിക്കും, പക്ഷേ കാര്യമൊന്നുണ്ട്, അവൻ കൂടെ വേണം, അവനാ കെട്ടാൻ പോകുന്നത്, അല്ലാതെ നീ മാത്രം പോയി സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഞാൻ കെട്ടാൻ പോണ പയ്യനായ ഞാൻ ആ കുട്ടിയെടുത്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ സംസാരിക്കേണ്ട കാര്യം? അതിൻ്റെ ഒരു കാര്യമില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഹരീഷിന്റെ കല്യാണം നടക്കണം, അത് തന്നെ എൻ്റെ ആഗ്രഹം എന്ന് സുധീഷിന്റെ അടുത്തും ഭാസ്കറിന്റെ അടുത്തും സുഭാഷ് പറയുന്നുണ്ട്. അത് ഞങ്ങൾ നടത്തിക്കോളാം, നീ അതിനെ ആലോചിച്ച് നീ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. എന്തായാലും നിന്റെ കാര്യം ഇപ്പൊ കല്യാണം മുടക്കുക, അത് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അതിനെ ചെയ്യാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് നിധിയെടുത്ത് പറയുന്നുണ്ട്, സോറി കേട്ടോ ഞാൻ അടി എന്നേന് എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റ ഓട്ടം ഓടുന്നുണ്ട്. അങ്ങനെ ദേഷ്യത്തില് നോക്കിക്കൊണ്ട് നിൽക്കുക നിധി സുധീഷിനെ.